എല്ലാവർക്കും നമസ്കാരം. ജാസി ജേണീസ് ഫുഡ് ആൻഡ് ടെക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ സ്റ്റെർലിംഗ് റിസോർട്ട്സ് വയനാട്ടിലുള്ള അമ്യൂണിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഹോട്ടലിൽ നിൽക്കുന്നതും ഒരു റിസോർട്ടിൽ നിൽക്കുന്നതും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. ഹോട്ടൽ ഇസ് ജസ്റ്റ് എ പ്ലേസ് ഓഫ് സ്റ്റേ, ബട്ട് ഓൺ ദ അതർ സൈഡ് ഇൻ എ റിസോർട്ട് വി ക്യാൻ ലിവ്. ധാരാളം ചെടികളും വൃക്ഷങ്ങളുമൊക്കെയായിട്ട് പ്രകൃതിയുടെ ആ പച്ചപ്പ് നിലനിർത്തി തന്നെയാണ് ഈ റിസോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ കാണുന്നത് ഈ റിസോർട്ടിനുള്ളിൽ നിർമ്മിച്ചിട്ടുള്ള വലിയൊരു കുളമാണ്. ഈ കുളത്തിൽ ധാരാളം അലങ്കാര മത്സ്യങ്ങളെയും അവർ വളർത്തുന്നുണ്ട്. കുട്ടികളുടെയും മറ്റും സുരക്ഷ മുൻകരുതി ഈ കുളത്തിൻ്റെ 4 ചുറ്റുമായി ഇരുമ്പ് കൊണ്ടുള്ള ഗ്രില്ല് നിർമ്മിച്ചിട്ടുള്ളതാണ്. കൂടാതെ നടപ്പാതയും നിർമ്മിച്ചിട്ടുള്ളതാണ്. ഈ റിസോർട്ടിലെ കിഡ്സ് പാർക്കാണ് ഈ കാണുന്നത്. കുട്ടികളുടെ എൻ്റർടൈൻമെൻറ്റിനായിട്ട് പലതരത്തിലുള്ള സ്ലൈഡ്സും അതോടൊപ്പം തന്നെ റോക്ക് ക്ലൈമ്പിങ്ങിൻ്റെ പല വേർഷൻസും ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല കുട്ടികൾക്കുള്ള ധാരാളം ഗെയിംസും ഔട്ട്ഡോർ ആക്ടിവിറ്റീസും ഇവിടെയുണ്ട്. ഈ കിഡ്സ് പാർക്ക് ഇപ്പോൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് തിരികെ കൊണ്ടുപോവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവരുടെ എൻജോയ്മെൻറ്റുള്ള ആക്ടിവിറ്റീസ് അത്രമാത്രം അവിടെയുണ്ട്. ഈ കിഡ്സ് പാർക്കിലുള്ള ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ തന്നെ എൻജോയ് ചെയ്ത് അവയെ ടയേർഡ് ആകുന്നതുവരെ തൽക്കാലം ഇവിടെ ഇരിക്കാൻ മാത്രമേ ഞങ്ങൾക്കും നിർവാഹമുള്ളൂ. സ്റ്റെർലിംഗ് റിസോർട്ട്സും ടൈം ഷെയർ കൺസെപ്റ്റിൽ ഫംഗ്ഷൻ ചെയ്യുന്ന റിസോർട്ട് ഗ്രൂപ്പാണ് ക്ലബ് മഹീന്ദ്ര റിസോർട്ട്സും കർമ്മ റിസോർട്ട്സും എന്ന പോലെ തന്നെ. ടൈം ഷെയർ കൺസെപ്റ്റിൽ എനിക്കുള്ള എക്സ്പീരിയൻസ് വെച്ച് എന്താണ് ടൈം ഷെയർ കൺസെപ്റ്റ് എന്നും ടൈം ഷെയർ കൺസെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. സ്റ്റെർലിംഗ് റിസോർട്ട്സ് വയനാടിൻ്റെ ടോട്ടൽ എക്സ്റ്റെൻറ്റ് ഏതാണ്ട് 5 ഏക്കറാണ്. ഹോട്ടൽ യൂണിറ്റ്സ്, സ്റ്റുഡിയോ യൂണിറ്റ്സ്, 1BR യൂണിറ്റ്സ് എന്നിങ്ങനെ 3 കാറ്റഗറി ഓഫ് അക്കോമഡേഷൻ യൂണിറ്റ്സ് ആണ് ഈ റിസോർട്ടിൽ ഉള്ളത്. ഈ 3 തരം അക്കോമഡേഷൻ യൂണിറ്റ്സും ചേർത്ത് മൊത്തം 61 അക്കോമഡേഷൻ യൂണിറ്റ്സ് ആണ് ഈ റിസോർട്ടിലുള്ളത്. ഈ കാണുന്നതൊക്കെ ഈ റിസോർട്ടിലെ സ്റ്റുഡിയോ യൂണിറ്റ്സും 1BR യൂണിറ്റ്സുമാണ്. ഇവിടെയുള്ള റൂംസും നടപ്പാതയും ഒക്കെ തന്നെ വളരെ വൃത്തിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും അവരുടേതായ എൻജോയ്മെൻറ്റിനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ട ധാരാളം ഫെസിലിറ്റീസും ആക്ടിവിറ്റീസും ഈ റിസോർട്ടിൽ അവൈലബിൾ ആണ്. ഇൻഡോർ ആക്ടിവിറ്റീസും ഉണ്ട്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസും ഉണ്ട് കേട്ടോ. ഈ റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളാണ് ഈ കാണുന്നത്. കോവിഡ് പ്രോട്ടോക്കോൾ കാരണം ഇപ്പോൾ ഈ സ്വിമ്മിംഗ് പൂള് ക്ലോസ്ഡ് ആണ്. അഡൾട്ട്സിനായിട്ടുള്ള സ്വിമ്മിംഗ് പൂളും കിഡ്സിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു കിഡ്സ് പൂളും ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം വലിയ സ്വിമ്മിംഗ് പൂൾ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഉപയോഗരഹിതമായി കിടക്കുന്നതുകൊണ്ടാകാം ഇപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിന് വലിയ കെയറും മെയിൻ്റനൻസും ഒന്നും നൽകുന്നതായിട്ട് തോന്നുന്നില്ല. വെള്ളം റിമൂവ് ചെയ്തിട്ടുള്ള ഈ സ്വിമ്മിംഗ് പൂളിലും പരിസരത്തുമായിട്ട് ഇപ്പോൾ ധാരാളം ഇലകളാണ് കിടക്കുന്നത്. ഈ സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് തന്നെ ഒരു പൂൾ ബാറും ഉണ്ട് കേട്ടോ. എന്നാൽ ഇപ്പോൾ കോവിഡ് റെസ്ട്രിക്ഷൻ കാരണം ഈ പൂൾ ബാറും ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഈ കാണുന്നതാണ് ഈ റിസോർട്ടിലെ പൂൾ ബാർ. ടൈം ഷെയർ കൺസെപ്റ്റ്സിൽ ഫംഗ്ഷൻ ചെയ്യുന്ന റിസോർട്ട്സിലെ ഒക്യുപ്പൻസിൽ കൂടുതലും അതേ ടൈം ഷെയർ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തന്നെയായിരിക്കും. ഉദാഹരണത്തിന് സ്റ്റെർലിംഗ് റിസോർട്ട്സിൽ കൂടുതലും സ്റ്റെർലിംഗ് മെമ്പേഴ്സ് തന്നെയായിരിക്കും. അതുപോലെ ക്ലബ് മഹീന്ദ്ര റിസോർട്ട്സിലെ ഒക്യുപ്പൻസിൽ കൂടുതലും ക്ലബ് മഹീന്ദ്ര മെമ്പേഴ്സ് തന്നെയായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ഒക്യുപ്പൻസിൻ്റെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ധാരാളം പ്രോഗ്രാംസും ആക്ടിവിറ്റീസും ഈ റിസോർട്ട്സ് റെഗുലർലി കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഗ്യാതറിങ്ങിനും പ്രോഗ്രാംസിനും വേണ്ടി ഒരു ഓപ്പൺ എയർ സ്റ്റേജും അതോടൊപ്പം തന്നെ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എന്ന നിലയിൽ സിപ്പ് ലൈൻ ഇവിടെ അവൈലബിൾ ആണ്. എന്നാൽ ഇപ്പോൾ കോവിഡ് പ്രോട്ടോക്കോൾ കാരണം സിപ്പ് ലൈൻ ഫെസിലിറ്റീസും പബ്ലിക് ഗ്യാതറിങ്സും കിഡ്സ് പാർക്കും സ്വിമ്മിംഗ് പൂളും പൂൾ ബാറും ഒക്കെ തന്നെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇന്നത്തെ COVID-19 കാലഘട്ടത്തിൽ പുറത്തിറങ്ങി നടക്കുന്നത് തന്നെ സ്വല്പം ടെൻഷനുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ പ്രോപ്പർട്ടി അത്ര വിശാലമായതുകൊണ്ട് തന്നെ അങ്ങനെ യാതൊരു ടെൻഷനുമില്ലാതെ ഒരു ഹോളിഡേ വളരെ മനോഹരമായി ഇവിടെ എൻജോയ് ചെയ്യാൻ കഴിയും. ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ച് പറഞ്ഞെങ്കിലും ഇൻഡോർ ആക്ടിവിറ്റീസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഈ റിസോർട്ടിൽ ഇൻഡോർ ആക്ടിവിറ്റീസ് എന്ന രീതിയിൽ ചെസ്സ്, ക്യാരംസ്, സ്നൂക്കർ എന്നിങ്ങനെ മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ എൻ്റർടൈൻ ചെയ്യത്തക്ക രീതിയിൽ ധാരാളം ഇൻഡോർ ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ്. ഇന്നും ഈ റിസോർട്ടിൽ അത്യാവശ്യം ഒക്യുപ്പൻസിയൊക്കെ ഉണ്ടെങ്കിൽ പോലും പലരും COVID-19 പേടിച്ച് അവരവരുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ റൂമിൽ തന്നെ കഴിയുകയാണ്. എന്നാൽ മറ്റു ചിലർ രാവിലെ തന്നെ അവരവരുടെ വണ്ടിയും എടുത്ത് സൈറ്റ് സീയിങ്ങിനായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇന്നിപ്പോൾ ഈ റിസോർട്ടിലെ പബ്ലിക് സ്പേസുകളൊക്കെ തന്നെ പൂർണ്ണമായും വിജനമാണ്.
ഇവിടുത്തെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹിൽ സ്റ്റേഷനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന തണുപ്പും തന്നെ ഇപ്പോൾ ഇവിടെയില്ല. ഒരു മരം അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിന് ചുറ്റുമായിട്ട് ഒരു ചെറിയ ഡെക്ക് പോലെ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. വലിയ ഹൈറ്റിലൊന്നുമല്ല, കേവലം ലാൻഡ് ലെവലിൽ നിന്ന് ഏതാണ്ട് 15 അടിയോളം ഉയരത്തിലാണ് ഈ ഡെക്ക് നിർമ്മിച്ചിട്ടുള്ളത്. വനത്തിനോട് ചേർന്ന് നിൽക്കുന്നതായ ഈ റിസോർട്ട് വളരെ ഐസൊലേറ്റഡ് ആയ ഒരു ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ റിസോർട്ടിൻ്റെ സമീപത്തൊന്നും തന്നെ മറ്റ് ഹോട്ടലുകളോ റിസോർട്ട്സോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സോ ഒന്നും തന്നെ അവൈലബിൾ അല്ല. വയനാട്ടിലെ ടൂറിസ്റ്റ് അട്രാക്ഷൻസുകളിൽ നിന്നൊക്കെ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും അത്യാവശ്യം 2 ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും അമ്യൂണിറ്റീസും ഒക്കെ ഈ റിസോർട്ടിൽ അവൈലബിൾ ആണ്. ഈ റിസോർട്ടിലെ അക്കോമഡേഷൻ യൂണിറ്റ്സുകളുടെ ഏരിയൽ വ്യൂ ആണ് ഈ കാണുന്നത്. ഈ കെട്ടിടത്തിൻ്റെ ഭിത്തിയിലാകെ അതിമനോഹരമായ ചുവർ ചിത്രങ്ങളാണ് വരച്ചു കാണുന്നത്. വയനാടിൻ്റെ മുഖമുദ്രകളായ മുളങ്കാടുകളും ആനക്കൂട്ടങ്ങളും അവിടെയുള്ള ജനങ്ങളുടെ ജീവിത രീതികളും കൃഷിമാർഗങ്ങളും ഒക്കെയായിട്ട് വയനാടൻ കാഴ്ചകൾ തന്നെയാണ് ഈ ചുവർ ചിത്രങ്ങളിലൂടെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ റിസോർട്ടിലെ അമ്യൂണിറ്റീസിൻ്റെ കൂട്ടത്തിൽ ഈ റിസോർട്ടിൽ ഒരു കോൺഫറൻസ് ഹാളും അവൈലബിൾ ആണ്. ഏതാണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വളരെ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു കോൺഫറൻസ് ഹാൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ റിസോർട്ടിൽ നിന്ന് ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. 2 ദിവസമാണ് നമ്മൾ ഈ റിസോർട്ടിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള 2 ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് വൈത്തിരിയിലുള്ള വൈത്തിരി വില്ലേജ് റിസോർട്ടിലാണ്. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ നേരെ വൈത്തിരി വില്ലേജ് റിസോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ വ്ളോഗിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.